ഞാൻ ഈ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ടോൾ ഫ്രീ ട്രാവലർ ഒരു യൂട്യൂബറാണ് രോഹിത്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, ചെന്നൈ ബേസ്ഡാണ്. ഇപ്പം ആ പണിയൊക്കെ വിട്ടിട്ട് ബൈക്ക് റൈഡുമായിട്ട് ഇപ്പം ഉലകം ചുറ്റുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എവിടെയാണ്. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഈ ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുകയും ഞാൻ ചെറിയ രീതിയിലൊക്കെയുള്ള റൈഡുകൾ പോയി തുടങ്ങുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് റൈഡിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട് പോയ വീഡിയോ ഉണ്ട്. ഈ രണ്ടുമാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത്. അതിനുശേഷം സമയം കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ കുറച്ച് റൈഡേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കുറച്ചൊക്കെ കാണും, മുഴുവൻ കാണില്ല. അവർ ചെയ്യുന്ന രീതികളൊക്കെ ചിലരൊക്കെ ചെയ്യുന്ന ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അവരെ പോലെ ആകണം, അവരെ പോലെ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല. എന്തായാലും നോക്കാം, പതിയെ എല്ലാം വരുമല്ലോ, ശ്രമിച്ചു നോക്കാം. റൈഡ് പോലെ തന്നെ ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് സംഗീതം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും ചെറിയ മ്യൂസിക് പീസ് എന്തെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കാറുമുണ്ട്. അതും ഒരു സന്തോഷം. ഇനി അല്പം കാര്യം. ഞാൻ ബൈക്ക് റൈഡ് തുടങ്ങിയത് റൈഡല്ല, ഞാൻ ബൈക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും ആ കോവിഡ് ടൈമിലാണ്. ജോലിക്ക് പോകാൻ വേറെ മാർഗ്ഗമില്ലാതിരുന്നു, ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബൈക്ക് ഇല്ലാതെ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ബൈക്ക് എടുക്കുന്നത്. അത് ഞാൻ കണ്ണൂർ മട്ടന്നൂർ സ്ഥലത്തു നിന്നാണ് ഒരു ബൈക്ക് എടുക്കുന്നത്. വളരെ ചെറിയ പൈസയ്ക്ക് ഒരു പഴയ മോഡൽ 2013-14 മോഡൽ TVS അപ്പാഷെ RTR കിട്ടി. അന്ന് എൻ്റെ കൈ കിട്ടുമ്പോൾ ആ വണ്ടി 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഓയിൽ ചേഞ്ചും ചെയ്തെടുത്തു. പിന്നീട് 1-2 യാത്രകളൊക്കെ ലോങ് യാത്ര പോകേണ്ടി വന്നു. ബസ്സില്ലാത്തതുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ പോയ ഒരു യാത്രയായിരുന്നു കുക്കുപ്പടി, ഏതാണ്ട് അട്ടപ്പാടിക്കടുത്ത സ്ഥലം. അതെനിക്ക് കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 250 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബൈക്കിലൊരു ലോങ് റൈഡ് പോയത്. ആ ലോങ് റൈഡ് പോയപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. കുറച്ച് ശ്രദ്ധിച്ച് പതിയെയൊക്കെ ഓടിച്ച് എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ബൈക്ക് റൈഡ് ഒരിക്കലും മടുപ്പ് വരാത്തൊരു കാര്യമാണെന്ന്. അങ്ങോട്ട് പോകുമ്പം ആദ്യം കുറച്ച് മണിക്കൂറുകൾ ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീട് ബ്രേക്ക് എടുത്ത് വെള്ളം കുടിച്ച് മടുക്കുമ്പം വണ്ടിക്കും വിശ്രമം കൊടുത്ത് ഞാനും വിശ്രമിച്ച് പിന്നെ പോകുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കണ്ടുപോയപ്പം അത് റൈഡ് ഒരു ആസ്വാദ്യകരമായ എന്തോ ആയി എനിക്ക് മാറി തുടങ്ങിയിരുന്നു. 3 വർഷത്തിന് ശേഷം ഞാൻ ആ വണ്ടി കൊടുക്കുമ്പം വീണ്ടും ഒരു 75,000 കിലോമീറ്ററും കൂടെ ആ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് എഞ്ചിൻ പണിയുടെയൊക്കെ ഒരു സാഹചര്യമായ സമയത്താണ് ഞാൻ ആ വണ്ടി കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് നാളത്തേക്ക് ഏതാണ്ട് 1.5 വർഷത്തേക്ക് ഒരു പൾസറായിരുന്നു യൂസ് ചെയ്തത്. അതും ഇതുപോലെ 2014 മോഡലാണ്, ഒരു ബ്ലാക്ക് പൾസറായിരുന്നു. ആ വണ്ടി ഞാൻ ഒരുപാട് കിലോമീറ്റർ യൂസ് ചെയ്തു. ഡെയിലി യൂസും അത്യാവശ്യം ലോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ പൾസറിലാണ് ഞാൻ ഗ്രൂപ്പ് റൈഡ് പോയത്. എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന 4-5 സുഹൃത്തുക്കളോടൊപ്പം 3 വർഷം 3 സ്ഥലങ്ങളിലായി ഗ്രൂപ്പ് റൈഡ് പോയി. സോളോ റൈഡ് വിരാജ്പേട്ട, മംഗലാപുരം, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും. ഞാൻ റൈഡിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും പോയിട്ടില്ല. എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നത് ബസ്സിൽ പോകേണ്ടത് പകരം ബൈക്കിനാക്കി ആ യാത്ര ആസ്വദിക്കുന്നു. അങ്ങനെ മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുവരെയും ബൈക്ക് റൈഡ് എന്ന പർപ്പസുമായിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല. ഇപ്പോൾ പോകുന്നത് പോലും ഇന്ന് കാണുന്ന ഈ വീഡിയോ വരെയും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകൾ, അത് ബൈക്കിൽ പോകുന്നു, അത് ക്യാമറയിൽ പകർത്തുന്നു. വീണ്ടും അല്പം കാര്യം. ഇപ്പോൾ പോകുന്ന ഈ യാത്ര, ഇത് കാസർഗോഡ് ജില്ലയിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. ഒടയഞ്ചാൽ, ബന്തെടുക്ക, രാജപുരം സൈഡിലാണ് കൂടുതൽ യാത്രയും. കുറച്ച് ഭാഗങ്ങളൊന്നും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം യാത്രയുടെ തുടക്കം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കയറി നിൽക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത സ്ഥലത്തെത്താനോ ഉള്ള തിരക്കിൽ ക്യാമറ നനയാതിരിക്കാൻ വേണ്ടി അധികമൊന്നും ചിത്രീകരിക്കാതെ മഴ മാറിക്കിട്ടിയ സ്ഥലമുണ്ട്. എനിക്ക് മഴ മാറിക്കിട്ടുന്നത് ഒടയഞ്ചാൽ തൊട്ട് ചെറുപുഴ വരെയുള്ള സ്ഥലത്താണ് മഴ മാറിക്കിട്ടിയത്. ആ സ്ഥലങ്ങളിൽ ഞാൻ കുറച്ച് നേരം ക്യാമറ വെച്ചു. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഞാൻ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കാൻ മാത്രം നിർത്തും. പിന്നെ അത്ര അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ മാത്രം നിർത്തും. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും ഞാൻ പോയില്ല. ഞാനൊരു ടൂറിസ്റ്റ് അല്ല, ഒരു ട്രാവലറായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനുള്ള ആഗ്രഹമായിട്ടല്ല ഇറങ്ങിയത്. പിന്നെ വരുന്ന വഴിയിൽ എന്തെങ്കിലും ആസ്വാദികരമായിട്ട് എനിക്ക് തോന്നിയാൽ
അവിടെ നിർത്തണമെന്ന് തോന്നിയാൽ, ചിലപ്പോൾ ഈ സ്ഥലം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടാവും, അന്നെനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തൊരു സ്ഥലമായിരിക്കും. പക്ഷേ ഇന്നത്തെ യാത്രയിൽ എനിക്ക് അവിടെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തി 1-2 മിനിറ്റ് ഞാൻ നിർത്തി അവിടെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത്, അവിടെ എന്തെങ്കിലും ആസ്വദിക്കാനുണ്ടെങ്കിൽ അത് ആസ്വദിച്ച് ഒരു ഓർമ്മ അവിടെ വെച്ച് തിരിച്ചു വരുന്നു. ഏതാണ്ട് 100 കിലോമീറ്ററോളം വൺ സൈഡ് ഞാൻ യാത്ര ചെയ്തിരുന്നു. പോയി തിരിച്ചു വരാൻ ഏതാണ്ട് 7-7.5 മണിക്കൂറോളം എടുത്തു. 200 കിലോമീറ്റർ ഓടാൻ 7.5 മണിക്കൂർ ബൈക്കിൽ അത്ര മോശം ടൈമൊന്നുമല്ല. ഇടയ്ക്കൊക്കെ വിശ്രമിച്ചു, ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ കൂടുതലും ഇതൊന്നും ഞാൻ ഒപ്പിയെടുത്തിരുന്നില്ല. ബൈക്കിൽ ചെയ്യുന്ന യാത്ര തന്നെയായിരുന്നു ഞാൻ ആസ്വദിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ ഹാൻഡിലിൽ പിടിച്ച് ആ കാറ്റൊക്കെ അടിച്ച് ചെറിയ മഴയൊക്കെ കൊണ്ട് ഇടയ്ക്കുള്ള ചൂടും തണുപ്പും പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചും പെട്ടെന്നുള്ള ലൊക്കേഷൻ ചേഞ്ചസും, കുറേ നേരം നിരപ്പായ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ നല്ല വെയിലായിരിക്കും, പെട്ടെന്ന് നമ്മൾ വീണ്ടും നല്ല കാട്ടിലോട്ട് കയറുന്നു, അതിൻ്റെ തണുപ്പ്, ഇതൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത വേറെ തന്നെയാണ്. അങ്ങനെ കണ്ട ഒരു പുഴയാണ് ഈ പുഴ. ഞാൻ എവിടെയാണെന്ന് പറയാം, ഭീമനടി ടൗണിൽ തന്നെയാണ് ഈ പുഴ കാണാം. പുഴയിൽ പഴയൊരു പാലമുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു പൈപ്പ് പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്നു ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും ഞാൻ തിരിച്ചു കയറി. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: ഏതൊരു ബൈക്ക് യാത്രികനും ഒരിക്കലെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ തന്നെ 4-5 സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ ഒരു ലിസ്റ്റാണ്. അതിലൊന്ന് പറയുന്നത് ഡൽഹി ടു ലേ, നമ്മുടെ ലേ ലഡാക്ക്. അപ്പോൾ ഡൽഹി ടു ലേ പറയുമ്പം മലയാളികളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവരും കർണാടകത്തിലുള്ളവരും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ളവരൊക്കെ ആണെങ്കിൽ ഡൽഹി വിട്ട് അവരുടെ നാട്ടിൽ നിന്ന്, അത് കൽക്കട്ടയിൽ നിന്നായിരിക്കാം, കന്യാകുമാരിയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ചെന്നൈയിൽ നിന്നായിരിക്കാം, തിരുവനന്തപുരത്ത് നിന്നായിരിക്കാം, ബൈക്ക് ഓടിച്ച് ഈ ലേ ലഡാക്ക് താണ്ടാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി ഡൽഹി ടു ലേ പറയാം. ഏതാണ്ട് ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ആസ്വദിച്ച് തീർക്കാൻ പറ്റുന്ന യാത്രയാണെന്നാണ് ഞാനതിൽ വായിച്ചിട്ടുള്ളത്. സാഹസികത നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂട്ടാണ്. ചണ്ഡീഗഡിലൂടെ മണാലിക്ക് പോകുന്നു, അവിടെ നിന്ന് ലേക്ക് പോകുന്നു, കർദുങ്കല, തുങ്ല, അങ്ങനെ ഒരുപാട് പാസുകളൊക്കെ കടന്നിട്ട് വേണം പാങ്ങോങ് ലേക്കൊക്കെ കണ്ട്. പാങ്ങോങ് ലേക്ക് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് അറിഞ്ഞത്, ആ 3 ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ അവസാന ക്ലൈമാക്സ് ഭാഗം ഷൂട്ട് ചെയ്തത് പാങ്ങോങ് ലേക്കിൻ്റെ അടുത്തു നിന്നായിരുന്നു എന്നുള്ളത്. അത് ഒരു വല്ലാത്ത യാത്രയായിരിക്കും. ആ യാത്രയിൽ നമുക്ക് കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ കാണാൻ പറ്റും. അത് ഒരു സ്വപ്നമാണ്. ഇപ്പം ഞാൻ കണ്ണൂർ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ മറ്റൊരു റൂട്ട് പറയാം. കണ്ണൂർ ടു ബാംഗ്ലൂർ, അല്ലെങ്കിൽ കണ്ണൂർ ടു ഊട്ടി, കണ്ണൂർ ടു ഷിമോഗ. ഇതൊക്കെ ഒരു പ്രത്യേക രസമുള്ള റൂട്ടാണ്. കുറേ വളവുകളും പോകുന്ന വഴിക്കൊക്കെ കുറേ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ട് ചുരങ്ങളൊക്കെ കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക അനുഭവം. അല്ലെങ്കിൽ പറയാം, നാഗർഹോള നാഷണൽ പാർക്കിലൂടെ വന്യജീവികളെയും കണ്ട് തോൽപ്പെട്ടി വഴി മാനന്തവാടിയിലെത്തി അവിടെ നിന്ന് കൂത്തുപറമ്പിലേക്ക് വരുമ്പോൾ കണ്ണവങ്കാടൊക്കെ കണ്ട് നെടുമ്പോയി ചുരമൊക്കെ കണ്ട് ഒരു പ്രത്യേക ഫീലായിരിക്കും ഇതൊക്കെ. വാഗമൺ, ഇടുക്കി, പുള്ളിക്കാനം, മൂന്നാർ, ആ ഗ്യാപ്പ് റോഡിൽ കൂടെ ഒക്കെ പോയിട്ട് വട്ടവടയൊക്കെ ചെന്ന് മീശപ്പുലിമലയിലൊക്കെ ഒന്ന് കയറി, അയ്യോ, എക്സ്പ്ലോർ ചെയ്യണം ഇതൊക്കെ എന്തായാലും. ബൈക്ക് യാത്ര കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സമയലാഭം തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. എന്നാൽ തുടർച്ചയായിട്ടുള്ള ബൈക്ക് യാത്രകളിൽ ചിലപ്പോൾ നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും തരാം. സാമ്പത്തിക ലാഭം ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പം മറ്റ് രീതികളിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നടുവേദനകൾ, പ്രശ്നങ്ങൾ വരും. ദീർഘദൂരം യാത്ര ചെയ്യുമ്പം ഡിസ്ക് തേയ്മാനം കാണുന്നുണ്ടെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. പിന്നെ കഴുത്തിനും തോളിനും എൽബോയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മളിങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്യുമ്പം നമ്മൾ അതിനനുസരിച്ചുള്ള മറ്റ് ശ്രദ്ധയും കരുതലും ചെയ്യേണ്ടിയിരിക്കുന്നു.
പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്. സ്ഥലം എന്താണെന്നോ പേരെന്താണെന്നോ കൃത്യമായി എനിക്ക് മനസ്സിലാകാത്തൊരു ചെറിയ പള്ളി. ആ പള്ളിയുടെ നടയിൽ ഞാനൊരു 10 മിനിറ്റോളം വിശ്രമിച്ചു. അവിടെ ചാരിയിരുന്ന് കാലൊക്കെ ഒന്ന് നീട്ടി വെച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആ സമയത്ത് എൻ്റെ വണ്ടിയും തണുത്തു. തുടർച്ചയായുള്ള യാത്രയിൽ ഒരല്പനേരം വിശ്രമം. പറയുമ്പം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയെപ്പറ്റി ഒരല്പം പറയണമല്ലോ. റോയൽ എൻഫീൽഡ് ഹണ്ടർ 350. ഇത് റെട്രോ മെട്രോ എന്നിങ്ങനെ 2 മോഡലുകളായിട്ട് ഉണ്ട്. പൊതുവേ റോയൽ എൻഫീൽഡിൻ്റെ മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് അല്പം വില കുറവുള്ളൊരു ബൈക്കാണ്. ഇതിന് ഏതാണ്ട് 2025 ജൂണിലെ അല്ലെങ്കിൽ ജൂലൈയിലെ ഷോറൂം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,60 1,65 അങ്ങനെയൊക്കെ വരുള്ളൂ. എന്തായാലും ഫുൾ ഓപ്ഷൻ നമുക്കൊരു 2,30 നമുക്ക് കയ്യിൽ കിട്ടും. ആ രീതിയിലാണ് വണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ക്ലാസിക് 350യുടെയും മറ്റ്യോർ 350യുടെയൊക്കെ പല ഘടകങ്ങൾക്ക് യോജിപ്പിച്ചിട്ട് ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഈ വണ്ടിയുടെ മേക്കിങ്ങിൽ. എൻജിൻ തന്നെ പറയുകയാണെങ്കിൽ 349 cc സിംഗിൾ സിലിണ്ടർ ട്വിൻ വാൽവ് എൻജിനാണ് ഇതിനകത്ത് ഉള്ളത്. ഏതാണ്ട് 6100 RPM പരമാവധി 20 bhp പവറും 4000 RPM അറൗണ്ട് 27 Nm ടോർക്കും. അങ്ങനെ അത്യാവശ്യം നല്ല ടോർക്കാണ്. 27 Nm ടോർക്ക് എന്ന് പറയുമ്പോൾ നല്ല ടോർക്കാണ്. പിന്നെ കുറച്ചും കൂടെ ക്ലാസിക്കിനെയും മെറ്റിയോറിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതാണ്, കുറച്ചും കൂടെ ഹാൻഡിലിങ് കംഫർട്ടബിളാണ്. പക്ഷേ ഒരത്രയും പവറുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മെട്രോയും റെട്രോയും തമ്മിലുള്ള ചെറിയ ഡിഫറൻസുകൾ, അത് മോഡലിങ്ങിലുള്ള എല്ലാ മോഡലിനെയും പോലെ ഫുൾ ഓപ്ഷനും ബേസ് മോഡലും മിഡിൽ ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോലെയുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകതകൾ. പിന്നെ മൈലേജ് സിറ്റി ലിമിറ്റിൽ ഉള്ള അല്ലെങ്കിൽ ഡെയിലി യൂസിന് എനിക്ക് കിട്ടുന്നത് ഒരു 30-നും 35-നും ഇടയിലാണെങ്കിൽ ഇതുപോലെയുള്ള ലോങ് യാത്രകളിൽ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 45-ന് മുകളിൽ 50-52 വരെയൊക്കെ എനിക്ക് ടോപ്പ് മൈലേജ് കിട്ടിയ യാത്രകളുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഈ ഹണ്ടറിൽ ഒരു ആവറേജ് സ്പീഡിലുള്ള യാത്രയിൽ സുഖകരമായ യാത്രയിൽ ഞാൻ തികച്ചും സന്തുഷ്ടനാണ്. എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്, എറണാകുളത്താണ്. അവർ കണ്ണൂർ വന്നിട്ടില്ല. കണ്ണൂർ വരണം, ബൈക്ക് കൊണ്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് കണ്ണൂർ വന്നു കഴിഞ്ഞാൽ റാണിപുരം ഒന്ന് കാണണം. കാസർഗോഡാണ് റാണിപുരത്തുള്ളത്. ഇത് റാണിപുരം റൂട്ട് തന്നെയാണ് ഞാനിപ്പം ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 105 കിലോമീറ്ററോളം ഉണ്ട് റാണിപുരം. പല വഴികളിൽ റാണിപുരത്തേക്ക് വരാം. എങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു റൂട്ട് പറയാം. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടി. കണ്ണൂർ, തളിപ്പറമ്പ്, ആലക്കോട്, ചെറുപുഴ, ചിറ്റാരിക്കൽ, ഭീമനടി, വെള്ളരിക്കുണ്ട്, അങ്ങനെ ഒടയഞ്ചാൽ വന്നിട്ട് ഒടയഞ്ചാലിൽ നിന്ന് റൈറ്റ് എടുത്ത് പാണത്തൂർ റൂട്ടിൽ ഒരു 30 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് റാണിപുരത്ത് എത്താൻ പറ്റും. ഈ ഒരു റൂട്ട് നല്ല റൂട്ടാണ്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ള റൂട്ടാണ്. റോഡൊന്നും മോശമല്ല, നല്ല റോഡാണ്. ഒരുപാട് വളവുകൾ, പലതരത്തിലുള്ള ടെറൈൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. നമ്മൾ നല്ല ചൂടുന്ന് പതുക്കെ തണുപ്പിലോട്ട് വന്ന് വീണ്ടും കുറച്ച് സമയം വീണ്ടും ചൂടിലേക്ക് മാറി കാടും മലകളും പുഴകളും ചെറിയ അരുവികളും, പ്രത്യേകിച്ച് മഴക്കാലത്ത് വരികയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ റൂട്ടിന്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഇതെന്തായാലും അയച്ചു കൊടുക്കും. അവർ വരുമ്പം ഈ റൂട്ട് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഹാപ്പി.
ഇടയ്ക്ക് കുറച്ച് ദൂരം വലിയ വളവുകളൊന്നും ഇല്ലാത്ത ഒരു നേരെയുള്ള കുറച്ച് ദൂരം ഒരു 2-3 കിലോമീറ്റർ റോഡ് കിട്ടിയിരുന്നു. ഒരു ഭയങ്കര സുഖമായിരുന്നു അതിലെ കൂടി വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു തണലോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും ആ യാത്ര ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആസ്വദിച്ചു. ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരു മെയിൻ്റനൻസ് പാറ്റേണും കൂടെ പറയണമല്ലോ, പ്രത്യേകിച്ച് 2 വീലറിൻ്റെ. അത് ഒന്ന് നമ്മൾ ഭംഗിയായി വണ്ടി ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഓയിലും കൂളൻ്റുകളാണെങ്കിൽ കൂളൻ്റും അത് കൃത്യ ടൈമിൽ കൃത്യ ഇൻ്റർവെല്ലിൽ മാറ്റി എപ്പോഴും നമ്മളൊരു 500 കിലോമീറ്ററിൽ മുന്നേ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ചില ഓയിലിൻ്റെ ആ വിസ്കോസിറ്റിയൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും എൻജിന് എപ്പോഴും നല്ലതാണ്. പിന്നെ ഡ്രെയിൻ പ്ലഗിൻ്റെ കാര്യം, നമ്മളൊരു 3-4 ഓയിൽ ചേഞ്ച് കഴിയുമ്പോൾ പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ഓയിൽ ലീക്കുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഓരോ സർവീസിലും കൊടുക്കുമ്പോൾ നമ്മൾ പറയണം കംപ്ലീറ്റ് നട്ട് ബോൾട്ടുകൾ കംപ്ലീറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എയർ ഫിൽറ്റർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം, മാറ്റേണ്ട കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ അത് മാറ്റണം. ടയർ പ്രഷർ എപ്പോഴും നമ്മൾ ഇപ്പം ഞാനൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ 10 ദിവസത്തിലൊരിക്കൽ ടയർ പ്രഷർ ചെക്ക് ചെയ്യും. പിന്നെ ചെയിൻ ലൂബ് ചെയ്യുന്നത്, അത് ചെയിൻ ഇടയ്ക്ക് വാട്ടർ സർവീസ് ചെയ്തിട്ട് ചെയിൻ ലൂബ്, അത് നല്ല ലൂബ്രിക്കൻസ് തന്നെ ഉപയോഗിക്കുക. സാധാരണ ഓയിലും ഒക്കെ അടിക്കുന്നവരുണ്ട്, പരമാവധി പറ്റുന്നത്രയും നല്ല ലൂബ്രിക്കൻസ് തന്നെ ഉപയോഗിക്കുന്നത് ചെയിനിൻ്റെ ലൈഫിന് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ ഓരോ ലോങ് യാത്രകൾക്കിടയിലും ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് 500 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഓട്ടത്തിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ ചെയിൻ ലൂസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ബ്രേക്ക് പാഡൊക്കെ നമുക്ക് വിഷ്വലി തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക് പാഡിൻ്റെയൊക്കെ കുറേയൊക്കെ കണ്ടീഷൻ എത്രയാണ്. ബ്രേക്ക് പാഡൊക്കെ കൃത്യമായിട്ട് ഇൻ്റർവെല്ലിൽ മാറ്റേണ്ടത് മാറ്റുക, ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൈക്കിന് നല്ല ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നെ ഒത്തിരിയേറെ ആകർഷിച്ച ഒന്നാണ് കേരളം മുതൽ കാശ്മീർ വരെ ഒറ്റയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് യൂട്യൂബിലും പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് പാലക്കാട് കൽപ്പാത്തി സ്വദേശി ഒരു ലക്ഷ്മി ഏതോ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ യാത്ര പോവുക. കുറേ സമയം വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് അവിടുന്ന് ജോലി ചെയ്ത് കുറച്ച് സമയം വിശ്രമിച്ച് ബാക്കി കിട്ടുന്ന സമയം ബൈക്ക് ഓടിച്ച് അവർ 59-60 ദിവസം കൊണ്ട് കാശ്മീർ പോയി തിരിച്ച് ബൈക്ക് ട്രെയിനിൽ പാർസൽ ചെയ്യാനോ ഒന്നും നിന്നില്ല, തിരിച്ചും ഓടിച്ച് തന്നെയാണ് വന്നത്. അപ്പം ആ ലക്ഷ്മിയുടെ കഥ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ഞാനത് വായിച്ചിട്ടുണ്ട്. ഭയങ്കരമായിരുന്നു. അവർ ആ കാർദൂങ്കരയിലൊക്കെ എത്തിയ ഒരു അനുഭവം പറയുന്നത് കേൾക്കുമ്പം അതൊരു ഭയങ്കര ഫീലായിരുന്നത്. ഈ വീഡിയോയ്ക്ക് അല്പം നീട്ടം കൂടുതലാണ്, പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. ഞാൻ പോയ വഴികൾ മാത്രം അത് ക്യാമറയിൽ ഒപ്പിയെടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ സംസാരവും ഞാനിങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടെ അങ്ങ് ചെയ്യാം. നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരല്പം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ മതി. ഇത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന 5 പേരുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ വരുമാനം നോക്കിയിട്ടല്ലല്ലോ. നമ്മൾ വരുമാനം നോക്കണം, ശരിയാണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള സോഴ്സൊക്കെ ഉണ്ടാകണം. ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ പാഷൻസ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മാധ്യമമായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പാഷൻസിനെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പറയും. എങ്കിൽ തിരിച്ചൊരു അഭിപ്രായം കൂടിയുണ്ട്. നമ്മൾ ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ അതിൽ നിന്നും മെച്ചങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഇതൊന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതാണല്ലോ പാഷൻ. അപ്പം ഇങ്ങനെയും ചിന്തിക്കാം, രണ്ടും നമുക്ക് ആവശ്യമാണ്. എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞാൻ ഏതാണ്ട് 30-35ഓളം വിവിധ തരം വീഡിയോകൾ, അത് ബൈക്ക് റൈഡുണ്ട്, വയലിനുണ്ട്, മറ്റ് യാത്രകളുണ്ട്. ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ വീഡിയോകൾ ഞാൻ പകർത്തിയിടാറുണ്ട്. അത് മുഴുവനായിട്ട് കാണുന്ന ആളുകൾ വളരെ കുറവാണ്. അതെല്ലാ വീഡിയോകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഏത് ആളുകളുടെയും വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്നും കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രമായിരിക്കും കണ്ടുപോകുന്നത്. എങ്കിലും മുഴുവനായിട്ട് കാണുന്ന ഒരു 5-10 ആളുകൾ എനിക്കിട്ട് അവർ കണ്ട് പ്രത്യേകിച്ച് മിനിറ്റ് അടക്കം എന്നോട് പറയാറുണ്ട്, എടാ ആ മിനിറ്റിൽ ഇങ്ങനെയായിരുന്നു, അതിലിങ്ങനെ മാറ്റം വരുത്തായിരുന്നു, അങ്ങനെ പറയുന്ന ആ 4-5 ആളുകൾ അല്ലെങ്കിൽ ഒരു 10 ആളുകൾ
അവരോട് ഞാനെന്നും എൻ്റെ ഈ യാത്രകൾക്ക് അവർ തരുന്ന മാനസികമായ സപ്പോർട്ടിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇതെന്നാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. ഇന്നത്തെ യാത്രയുടെ വീഡിയോ ഞാൻ ഏതാണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ ഇടയ്ക്ക് മഴ പെയ്തു. ഞാനിത് വോയിസ് ഓവർ പറയുന്നതുകൊണ്ടാണ് മഴ ലാസ്റ്റ് പാട്ടിൽ ഞാൻ ഒരു 10 സെക്കൻഡ് വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകളുണ്ട്, അവർക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അവർ പറയുന്ന കുറച്ച് അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ ഇത് തുടരണം. ഞാൻ പലപ്പോഴും ഇതൊക്കെ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് നമുക്ക് വേണ്ട അനുമോദനം കിട്ടാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും ഞാൻ നിർത്തുകയാണെന്ന് പറയുമ്പോൾ നിർത്തരുത്, തുടങ്ങുക, ഇടയ്ക്കൊക്കെ ഇടുക, ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇടുക. ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു 10 ആൾ, അവരാണ് എൻ്റെ വിജയം. അവർക്ക് എന്നും ഒരുപാട് നന്ദി. Sa